ലളിത ഒരു പ്രൈവറ്റ് സ്കൂളിൽ ക്ലീനറായി ജോലി ചെയ്തിരുന്നു. അവൾ വളരെ ദരിദ്രയായിരുന്നു. അതുകൊണ്ട് അവൾ തന്റെ മകളെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ സ്കൂളിലാണ് ചേർത്തത്. അവിടെ അവളുടെ ക്ലാസ് വൈകുന്നേരമായിരുന്നു. കാരണത്താൽ ലളിത രാവിലെ അവളുടെ മകളെ സ്കൂളിൽ കൊണ്ടുവരുമായിരുന്നു. ലളിത സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അവളുടെ മകൾ ദീപയും അവളെ സഹായിച്ചിരുന്നു. സ്കൂളിലെ 5ാം ക്ലാസ്സിൽ മാന്യ എന്ന അഹങ്കാരിയായ ഒരു പെൺകുട്ടിയും പഠിച്ചിരുന്നു. അവൾ പലപ്പോഴും ദീപയെ കളിയാക്കിയിരുന്നു. "ഓ ദീപ, ഈ വർഷം ജനുവരി 26-ന് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ സ്കൂളിൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധ്യതയില്ല. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ വളരെ വലിയൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ജനുവരി 26-ന് വേണ്ടി ഞാൻ വളരെ നല്ലൊരു ഡ്രസ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലും ഫംഗ്ഷനുണ്ട്. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ത്രിവർണ പതാകയുടെ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചാണ് എനിക്ക് അവിടെ പോകേണ്ടത്. പക്ഷെ ആദ്യം ഞാൻ അമ്മയോടൊപ്പം ഇങ്ങോട്ട് വരും." പതാകയുടെ നിറത്തിലുള്ള ഡ്രസ്സോ? എന്നാൽ നിന്റെ കയ്യിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ പോലും ഇല്ലല്ലോ. ശരി, ഞാനിപ്പോ എന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു. എന്റെ സീറ്റിനടുത്ത് വെള്ളം വീണിട്ടുണ്ട്. നീ അത് വന്ന് ഒന്ന് തുടയ്ക്ക്. ഞാൻ മോപ്പെടുത്തോണ്ട് വരാം. മോപ്പെന്തിനാ? നിന്റെ നീളമുള്ള മുടി മോപ്പായിട്ട് ഉപയോഗിച്ച് വൃത്തിയാക്ക. അവൾ ഒരു കാര്യമില്ലാതെ നീണ്ട മുടിയും കൊണ്ട് കറങ്ങി നടക്കുന്നു. അവൾ ദീപയുടെ നീളമുള്ള മുടിയെ കളിയാക്കുന്നു. ദീപയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. എന്നാൽ അവൾ ഇതിനെക്കുറിച്ച് അവളുടെ അമ്മയോട് ഒന്നും പറഞ്ഞില്ല. അവൾക്കറിയാമായിരുന്നു അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഇവളെ ജോലിക്ക് കൂടെ കൊണ്ടുവരില്ല എന്ന്. അവർ ഒറ്റയ്ക്ക് സ്കൂളിൽ എല്ലാ ജോലിയും ചെയ്യും. അതുകൊണ്ട് ദീപ ഒന്നും മിണ്ടിയില്ല. ജനുവരി 26-ന് എല്ലാ കുട്ടികളോടും സ്കൂളിൽ ഫാൻസി ഡ്രസ് മത്സരത്തിന് തയ്യാറെടുക്കാൻ പറയുന്നു. ദീപയ്ക്കും സ്കൂളിൽ ഒരു ഫാൻസി ഡ്രസ് വേഷം ധരിക്കണമായിരുന്നു. പക്ഷെ എന്ത് ധരിക്കണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. രാവിലെ അവൾക്ക് അമ്മയോടൊപ്പം സ്കൂളിലും പോകണമായിരുന്നു. "ദീപേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ത്രിവർണ ലഹങ്ക ഉണ്ടാക്കാൻ ആലോചിക്കുകയാണ്. രാവിലെ നീ എന്നോടൊപ്പം സ്കൂളിൽ വരണം. അവിടെയും എല്ലാവരും സ്വാതന്ത്ര്യദിനത്തിനുള്ള ഒരുക്കത്തിലാണ്. അതിനുശേഷം വൈകുന്നേരം നിനക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോവാം." "ശരിയമ്മേ. അമ്മ എനിക്ക് വേണ്ടി എങ്ങനെയാണ് ത്രിവർണ ലഹങ്ക ഉണ്ടാക്കുന്നത്?" "എന്റെ അടുത്ത് എന്റെ പഴയ സ്യൂട്ടുകളും സാരികളും ഉണ്ട്. ഞാൻ അവയിൽ നിന്ന് 3 നിറങ്ങളെടുത്ത് നിന്റെ ലഹങ്ക തയ്യാറാക്കി തരാം." "ശരിയാണോ അമ്മേ? അപ്പോ ഞാൻ ത്രിവർണ ലഹങ്കയിൽ വളരെ സുന്ദരിയായിരിക്കും." ദീപ ഒരുപാട് സന്തോഷിക്കുന്നു. ലളിത തന്റെ തയ്യൽ മെഷീനിൽ ദീപയ്ക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ലഹങ്കയും റെഡിയാക്കുന്നു. ദീപ ജനുവരി 26-ന്റെ സെലിബ്രേഷനു വേണ്ടി ലഹങ്ക ധരിച്ച് റെഡിയാകുന്നു. ലളിത അവളെ തന്നോടൊപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. സ്കൂളിലെ എല്ലാ കുട്ടികളും പലതരം വസ്ത്രങ്ങൾ ധരിച്ചാണ് വന്നത്. മാന്യയും അവളുടെ എല്ലാ കൂട്ടുകാരികളും ദീപയുടെ ലഹങ്ക തന്നെ നോക്കിയിരുന്നു. "ലളിത, ദീപയുടെ ലഹങ്ക വളരെ നന്നായിരിക്കുന്നല്ലോ. എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ?" "ഇല്ല മാഡം, ഞാൻ സ്വന്തമായി വീട്ടിലിരുന്ന് തയ്ച്ച് റെഡിയാക്കിയതാണ്. വൈകുന്നേരം ഇവളുടെ സ്കൂളിൽ ജനുവരി 26-ന്റെ ഫംഗ്ഷനാണ്. എല്ലാ കുട്ടികളും പതാകയുടെ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചാണ് വരുന്നത്." "ഓ, അത് ശരി. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ത്രിവർണ ലഹങ്കയും കൂടെ ഇത്രയും സുന്ദരമായ കട്ടിയുള്ള മുടിയും. ദീപ, നീയും നമ്മുടെ സ്കൂളിലെ കുട്ടികളോടൊപ്പം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കൂ. അവിടെ എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് ലൈനായി പോകുന്നുണ്ട്. നിനക്കും അവരോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം." "ഞാനുമോ മാഡം ജി? തീർച്ചയായും. ഞാൻ നിന്നെ കൊണ്ടുപോവാം." "ദീപേ, മാഡത്തിന്റെ കൂടെ പോവൂ. ഞാൻ അപ്പോഴേക്ക് എന്റെ ജോലി ചെയ്യാം." ദീപ കുട്ടികളുടെ ഇടയിലേക്ക് ടീച്ചറിനോടൊപ്പം പോകുന്നു. ദീപ സ്റ്റേജിലേക്ക് പോകുന്നത് കണ്ട് മാന്യയ്ക്ക് അസൂയ തോന്നുന്നു. കുറച്ചു കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഓരോരുത്തരായി അവരുടെ ഫാൻസി ഡ്രസ് കാണിക്കുന്നു. അതിൽ ദീപയ്ക്ക് സമ്മാനം ലഭിക്കുന്നു. ദീപ സന്തോഷത്തോടെ തന്റെ പ്രൈസുമായി 1-ാം നിലയിൽ തന്റെ അമ്മയെ കാണിക്കാനായി പോവുകയായിരുന്നു. മാന്യ തന്റെ കൂട്ടുകാരികളോടൊപ്പം അവിടെ എത്തി ദീപയെ തടയുന്നു. "നിനക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു സ്റ്റേജിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന്? ഈ സെക്കൻഡ് പ്രൈസ് എന്റെ ഫ്രണ്ട് പൂർവിയുടേതാണ്. പൂർവി, ഇവളിൽ നിന്ന് ഈ ട്രോഫി തട്ടിയെടുക്കാം." "ഈ പ്രൈസ് എന്റേതാണ്. ഞാൻ തരില്ല. എനിക്കിത് അമ്മയെ കാണിക്കണം." പിടിവലിയിൽ മാന്യയുടെ കാൽ വഴുതി ജനലിലൂടെ പുറത്തേക്ക് വീണു. ജനലിനു താഴെയുള്ള സൺഷേഡിൽ അവൾക്ക് പിടുത്തം കിട്ടി. "രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഞാൻ താഴെ വീഴും." "മാന്യ, പേടിക്കണ്ട. നീ എന്റെ മുടിയിൽ മുറുകെ പിടിക്കൂ. ഞാൻ നിന്നെ മുകളിലേക്ക് വലിക്കാം." ദീപ തന്റെ നീണ്ട മുടി താഴേക്കിടുന്നു. മാന്യ അതിൽ മുറുകെ പിടിക്കുന്നു. പതുക്കെ പതുക്കെ ദീപ മാന്യയെ മുകളിലേക്ക് വലിക്കുന്നു. അവളുടെ മുടിയിൽ ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മാന്യ മുകളിലേക്ക് വന്നു. അപ്പോൾ ശബ്ദം കേട്ട് എല്ലാവരും അവിടെ ഒത്തുകൂടി. "ലളിത, നിന്റെ മകൾ ദീപ വളരെ ധൈര്യശാലിയാണ്. അവൾ തന്റെ നീളമുള്ള മുടിയുടെ സഹായത്താൽ നമ്മുടെ സ്കൂളിലെ കുട്ടി മാന്യയുടെ ജീവൻ രക്ഷിച്ചു." "താങ്ക് യു മാഡം ജി. വരൂ കുട്ടികളെ, എല്ലാവരും ഇവിടെ കൂടി നിൽക്കാതെ പോകൂ. താഴെ ഹാളിൽ ഫംഗ്ഷൻ നടക്കുകയാണ്. ദീപ, വരൂ. നീയും നമ്മളോടൊപ്പം വരൂ. ഇന്ന് നീയും ത്രിവർണ ലഹങ്ക ധരിച്ചിരിക്കുന്നു. ഈ ലഹങ്കയിൽ നീ അതിമനോഹരിയായിരിക്കുന്നു. നിന്റെ മുടി വേദനിക്കുന്നുണ്ടോ?" "ഇല്ല മാഡം ജി, ഒട്ടും വേദനിക്കുന്നില്ല." പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് ദീപ ഹാളിലേക്ക് പോകുന്നു. അവിടെ അവർ കുട്ടികളോടൊപ്പം ദേശഭക്തി ഗാനത്തിൽ ഡാൻസ് ചെയ്യുന്നു. മാന്യ ദീപയോട് സോറി പറയുന്നു. എല്ലാ കുട്ടികളും അവരവരുടെ പെർഫോമൻസ് ചെയ്യുന്നു. ദീപയും സ്റ്റേജിൽ നല്ലതുപോലെ ഡാൻസ് ചെയ്യുന്നു.
മാന്യയും ഇന്ന് തനിക്കു വേണ്ടി കൈയടിക്കുന്നത് ദീപ കാണുന്നു. വൈകുന്നേരം ദീപ തന്റെ സ്കൂളിലേക്ക് പോകുന്നു. ആ ദിവസം ദീപയ്ക്ക് 2 സമ്മാനങ്ങൾ ലഭിച്ചു. ഒരു സമ്മാനം അവൾ തന്റെ ത്രിവർണ പതാകയുടെ ഡ്രസ്സിനു വേണ്ടി ജയിച്ചു. രണ്ടാമത്തേത് തന്റെ ധൈര്യത്തിനു വേണ്ടി ജയിച്ചു. അവളുടെ ധീരതയ്ക്ക് സ്കൂളിന്റെ വകയായി അവൾക്ക് 12ാം ക്ലാസ് വരെ സൗജന്യമായി പഠിക്കാനുള്ള അവസരം ലഭിച്ചു. തന്റെ മകൾ വലിയ സ്കൂളിൽ പഠിക്കുന്നത് കണ്ട് ലളിത വളരെ സന്തോഷിച്ചു. അപ്പോൾ മാനിയും ദീപയുടെ നല്ല കൂട്ടുകാരിയായി മാറി. ഒരു നാട്ടിൽ വിധവയായ അമ്മ സരളയും തന്റെ വിധവയായ മകൾ റാണിയോടൊപ്പം ജീവിച്ചിരുന്നു. അവരുടെ ജീവിതം എന്നും ദുരന്തം നിറഞ്ഞതായിരുന്നു. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. 2 പേരും ഒരു പൊട്ടിപ്പൊളിഞ്ഞ കുടിലിൽ ജീവിച്ചിരുന്നു. ഒരു സമയം അവർക്ക് കഴിക്കാൻ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. അമ്മേ, വിശന്നെനിക്ക് വയറ് വേദനിക്കുന്നു. എന്റെ വയറിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. മോളെ വിഷമിക്കണ്ട, നമുക്ക് ഈ വിശപ്പിൽ നിന്നും വേഗം മുക്തി കിട്ടും. ദൈവം നമ്മളെ ഇപ്പോൾ വിളിക്കും. അതിനുശേഷം നമ്മൾക്ക് വിശക്കില്ല. 2 പേരും വിശപ്പോടെ കരഞ്ഞു കരഞ്ഞു മയങ്ങി. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് 2 പേരുടെ തലമുടിയും കൊഴിയാൻ തുടങ്ങി. രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ അവരുടെ കുറെ തലമുടികൾ തറയിൽ കൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അമ്മീ നോക്ക്, നമ്മുടെ മുടി കൊഴിയുന്നു. ഇങ്ങനെ മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷണ്ടികളാകും. മോളെ, ഇതൊക്കെ വിശപ്പ് കാരണമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള കുറച്ചു പണവും സാധനങ്ങളും എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയേക്കാം. ഇവിടെ നിന്നാൽ നമ്മുടെ ആരോഗ്യവും പോകും, വിശന്നും മരിച്ചും നമ്മൾ പോകും. പറഞ്ഞത് ശരിയാണമ്മേ. 2 പേരും ഒരു ഭാണ്ഡക്കെട്ടിൽ കുറച്ച് പണവും സാധനങ്ങളും വെച്ച് നഗരത്തിലേക്ക് പോകാൻ തുടങ്ങി. 2 പേരും നടന്നായിരുന്നു പോയിരുന്നത്. നടന്നു വൈകുന്നേരമായി. അമ്മയുടെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു. രാത്രിയാകുമ്പോൾ അമ്മ കഷണ്ടിയാകും. മോളെ, നിന്റെ മുടിയും നന്നായി കൊഴിയുന്നുണ്ട്. 2 പേരും രാത്രി കഷണ്ടിയാകുമെന്ന് തോന്നുന്നത്. ദൈവമേ, ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത്? 2 പേരും അവരുടെ അവസ്ഥയോർത്ത് കരഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഒരു കള്ളൻ വന്നു. അവരുടെ ഭാണ്ഡക്കെട്ടും എടുത്തുകൊണ്ടുപോയി. കൊള്ളൻ, കൊള്ളൻ, പിടിക്ക്, കള്ളൻ. 2 പേരും കള്ളനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ രക്ഷപ്പെട്ടു. 2 പേരും കരഞ്ഞ് ക്ഷീണിച്ച് ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് വിഷമത്തോടെ കരയാൻ തുടങ്ങി. അമ്മേ, ദൈവം എന്തിനാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആദ്യം എന്റെ അച്ഛനെ കൊണ്ടുപോയി, പിന്നെ എന്റെ ഭർത്താവിനെയും. നമ്മൾ 2 പേരും വിധവയായി. നഗരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് ചിന്തിച്ചു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് സാധനങ്ങളും പണവുമാണ്. അതും കള്ളൻ കൊണ്ടുപോയി. നമുക്കെല്ലാം നഷ്ടമായമ്മേ. നമ്മൾ ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. ഈ മരത്തിൽ കെട്ടിത്തൂങ്ങി നമ്മൾക്കങ്ങ് മരിച്ചേക്കാം. ആ മരത്തിലൊരു പ്രേതമുണ്ടായിരുന്നു. പ്രേതം അവരുടെ ദുഃഖങ്ങൾ കേട്ട് താഴേക്കും വന്നു. ഞാനൊരു പ്രേതമാ. ഈ മരത്തിലാ താമസിക്കുന്നത്. നിങ്ങളുടെ 2 പേരുടെയും ദുഃഖങ്ങൾ കേട്ട് എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ഞാൻ 2 പേർക്കും എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾക്കിപ്പോൾ പൈസയുടെ ഒരുപാട് ആവശ്യമുണ്ട്. നോക്കൂ, പണം തന്ന് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം പണമുണ്ടാക്കുന്നത് മനുഷ്യനാണ്, പ്രേതങ്ങളല്ല. വേറെ സഹായം ചോദിക്കൂ, നേച്ചറിൽ നിന്നും കിട്ടാവുന്നത്. പെട്ടെന്ന് റാണിയുടെ മനസ്സിൽ ഒരു ഐഡിയ തെളിഞ്ഞു. ശരി, ഞാൻ പറയാം. ഞങ്ങളുടെ മുടി എല്ലാം കൊഴിഞ്ഞു പോകാറായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുടി എപ്പോൾ വേണമെങ്കിലും വളർത്താനുള്ള ശക്തി തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ, ഇതെനിക്ക് വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റും. പ്രേതം അവരോട് കരുണ തോന്നി അവരുടെ മുടി വലുതാക്കാനുള്ള പവർ അവർക്ക് കൊടുത്തു. അവർ സന്തോഷത്തോടെ വീട്ടിലും വന്നു. റാണി മോളെ ചോദിച്ചപ്പോൾ മറ്റെന്തെങ്കിലും ചോദിക്കണമായിരുന്നു. മുടി വളർത്തിയാൽ എങ്ങനെ നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറിക്കിട്ടും? മാറിക്കിട്ടും അമ്മേ, മാറും. നമുക്ക് നാളെ തന്നെ ഗ്രാമത്തിൽ പോകാം. അപ്പോൾ കാണാം, നമ്മൾ പണക്കാരായി മാറും. എന്തു ചെയ്യാനാണ് പ്ലാൻ? ഇപ്പോൾ ഉറങ്ങൂ, നാളെ പറയാം. ക്ഷീണമുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, അമ്മേ, നമുക്കിപ്പോൾ നമ്മളുടെ മുടി വലുതാക്കേണ്ട സമയമായി. നമുക്ക് മുടി വളർത്തി എല്ലാവരുടെയും വീട്ടിലെ ജനലിലൂടെ മുടി കയറ്റി അവരുടെ പണവും സ്വർണവും എല്ലാം നമ്മൾ കടിച്ചു മാറ്റാം. 2 പേരും ഇങ്ങനെ ചെയ്തു. 2 പേരും മുടി വളർത്തി നാട്ടുകാരുടെ പണം, സ്വർണവും ഭക്ഷണവും മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നാളിൽ പണക്കാരായി. എന്നാൽ ഗ്രാമജനങ്ങൾക്ക് നഷ്ടം വന്ന് അവർ തെരുവിൽ നിന്ന് കരയാൻ തുടങ്ങി. അവർക്ക് കള്ളൻ ആരാണെന്ന് മനസ്സിലായില്ല. എന്റെയും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയമ്മേ. അറിയില്ല ഏത് കള്ളരാ വന്നതെന്ന്. എല്ലാം എടുത്തുകൊണ്ടുപോയി. നിന്റെ മാത്രം സാധനങ്ങളല്ല പോയത്, ഗ്രാമത്തിലെ മുഴുവനും പോയി. ആരുടെയും കയ്യിൽ ഒന്നും തന്നെയില്ല. ഗ്രാമജനങ്ങൾ കരയുന്ന ശബ്ദം ഗ്രാമത്തിലെ മരത്തിലിരുന്ന പ്രേതവും കേട്ടു. ഈ ഗ്രാമം മുഴുവനും ഒരുമിച്ചെന്തിനാണ് കരയുന്നത്? പോയി ഒന്ന് നോക്കിയേക്കാം. ഗ്രാമം മൊത്തം കൊള്ളയടിച്ചെന്ന് പ്രേതത്തിനപ്പോൾ മനസ്സിലായി. പ്രേതമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കണ്ണടച്ചപ്പോൾ അതിനു മനസ്സിലായി
കള്ളൻ അമ്മയും മകളുമാണെന്ന്. പ്രേതം സർലയുടെയും റാണിയുടെയും വീട്ടിൽ വന്നു. ഞാൻ നിങ്ങളെ കണ്ട് കരുണ തോന്നി മുടി വളർത്താനുള്ള ശക്തി നിങ്ങൾക്ക് തന്നു. പക്ഷെ നിങ്ങളത് തെറ്റായ കാര്യത്തിന് ഉപയോഗിച്ചു. നിങ്ങൾ കാരണം പാവം ഗ്രാമജനങ്ങൾ കരയുകയാണ്. ഇപ്പോൾ തന്നെ രണ്ടുപേരുടെയും പവർ ഞാനിങ് എടുക്കുക. അതുപോലെ നിങ്ങളുടെ ജീവനും ഞാനിങ് എടുക്കുക. അങ്ങനെ ചെയ്യരുതേ. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം പാവങ്ങളായിരുന്നു, അതുകൊണ്ട് ചെയ്തതാ ഇങ്ങനെ. അമ്മ പറയുന്നത് ശരിയാ. ഞങ്ങൾക്ക് മുടി വരെ നഷ്ടമായി പോയിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരവസരം കൂടി ഞാൻ തരാം. ആദ്യമായി ഗ്രാമജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മോഷ്ടിച്ചോ അതെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ പോകുക. അതിനുശേഷം 3 ദിവസത്തിനുള്ളിൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഇനി നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയും. ഇങ്ങനെ പറഞ്ഞ് പ്രേതം മാഞ്ഞുപോയി. 2 ദിവസം കഴിഞ്ഞു. സർലയ്ക്കും മോൾക്കും ഒന്നും മനസ്സിലായതേയില്ല. രണ്ടുപേരും ചന്തയിൽ അലഞ്ഞു തിരിഞ്ഞു. മോളെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, പിന്നെങ്ങനെ നമ്മൾ നാട്ടുകാരെ സഹായിക്കും? പെട്ടെന്ന് സർലയുടെയും റാണിയുടെയും ശ്രദ്ധ ഒരു കുട്ടിക്ക് നേരെ തിരിഞ്ഞു. അവൻ റോഡിന്റെ നടുക്കു നിന്ന് ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ട്രക്കും വരുന്നുണ്ടായിരുന്നു. ഗ്രാമജനങ്ങളും ഞെട്ടി. അയ്യോ അയ്യോ, ഈ കുഞ്ഞിനെ അവിടുന്ന് മാറ്റി, ട്രക്കിന്റെ ബ്രേക്ക് പോയേ. പെട്ടെന്ന് റാണിയും സർലയും അവരുടെ മുടി വളർത്തി ആ കുട്ടിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവന്റെ ജീവനും രക്ഷിച്ചു. ഗ്രാമജനങ്ങൾക്കും സന്തോഷമായി. അപ്പോൾ കുട്ടിയുടെ പണക്കാരനായ അച്ഛനും വന്നു. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളെൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചു. എനിക്കെൻ്റെ മകൻ്റെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ തരാം. നിങ്ങളിത് മനസ്സോടെ വാങ്ങണം. അതുപോലെ ഞാൻ ഈ ഗ്രാമത്തിലൊരു സ്കൂൾ തുറക്കുന്നുണ്ട്. അത് നോക്കി നടത്തേണ്ട ചുമതലയും നിങ്ങൾ ഏൽക്കണം. 1 മാസം നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ വെച്ച് തരാം. അയാൾ ഒരു ബാഗിൽ 20 ലക്ഷം രൂപ കൊടുത്ത് അവിടെ നിന്നും പോയി. ഗ്രാമജനങ്ങളും സന്തോഷത്തിലായിരുന്നു. മോളെ, നിങ്ങൾ കാരണം ഇന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലൊരു സ്കൂൾ തുറക്കാൻ പോകുക. അമ്മേ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിക്കാൻ നല്ല മാർഗം മാത്രമേ തിരഞ്ഞെടുക്കാവൂന്ന്. നമ്മൾ നല്ല മാർഗത്തിൽ വന്നതുകൊണ്ട് നല്ലത് തന്നെ സംഭവിച്ചു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. ശരി, ഇപ്പോൾ ഇത്രയും പണം കിട്ടിയത് കൊണ്ട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനം വന്നു. വാ, നമുക്ക് പോയി പ്രേതത്തോട് നന്ദി പറഞ്ഞിട്ട് വരാം. അമ്മയും മകളും പ്രേതത്തിന്റെ അടുത്തേക്ക് നന്ദി പറയാനായി പോയി. പ്രേതവും സന്തോഷിച്ചു. അവന്റെ പവർ ഒന്നും കാണിച്ചില്ല. താങ്കൾ നൽകിയ ശക്തി കാരണം ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തു. ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഗ്രാമവാസികളെ വേദനിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. താങ്കൾ പറഞ്ഞിരുന്നു 3 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും സഹായിക്കണമെന്ന്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റിയില്ല. ആ കുട്ടി എവിടെ നിന്നും വന്നെന്നറിയില്ല. ഞങ്ങൾ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നീ ലോകത്തവനില്ല. അതിന് സന്തോഷമായി അവന്റെ പണക്കാരനായ അച്ഛൻ ഞങ്ങൾക്ക് വലിയൊരു തുക തന്നു. സംഭവിച്ചതെല്ലാം നല്ലത് സംഭവിക്കാനാണ്. നിങ്ങൾ രണ്ടുപേരും കാരണം ഇന്ന് ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ നഗരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുടി വലുതാക്കാൻ പറ്റുന്ന ശക്തി എടുക്കാൻ പോകുന്നില്ല. ഇനി എന്നും അത് തിരിച്ചെടുക്കേണ്ടാത്ത അവസ്ഥ വരട്ടെ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ സ്കൂൾ തുറന്നു. ഇപ്പോൾ റാണിയും അമ്മയും സന്തോഷത്തോടെ ഗ്രാമത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ജീവിച്ചു. സ്കൂളും നടത്തി വന്നു. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കരുത്. Thanks for watching.